ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പളനി യാത്രയാണ്. ഞങ്ങളിപ്പോൾ പളനിയിൽ നിൽക്കുകയാണ്. അപ്പം അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് പളനിയിൽ വരുന്നത്. വളരെ ഒരു ആഗ്രഹമായിരുന്നു പളനി കാണണമെന്ന്. അത് ഇന്ന് എനിക്ക് സാധിച്ചു. അപ്പം ഞങ്ങൾ മധുരയിൽ വരേണ്ടി വന്നു. അങ്ങനെ മധുര മീനാക്ഷിയെ കണ്ടിട്ട് ഞങ്ങൾ ഈവനിങ്ങിലാണ് ഞങ്ങൾ പളനിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങളൊരു 3:30 പളനിയിലെത്തി. ഇനി ഇവിടുന്ന് ഒരു റൂമൊക്കെ എടുത്ത് ഫ്രഷായിട്ട് വേണം നമുക്ക് വൈകുന്നേരം ഒന്ന് ക്ഷേത്രത്തിൽ കയറണം. പിന്നെ നാളെയും ഒന്ന് ക്ഷേത്രത്തിൽ കയറണം. ഇന്ന് കയറുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ ഇടാം. നാളെ രാവിലെ കയറുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പം ക്ഷേത്രത്തിൻ്റെ താഴ്വാരത്തെത്തി. ഇനി ഇവിടുന്ന് റൂം കണ്ടുപിടിക്കണം. അതായത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഇവിടെ ഒരു കെട്ടിടമുണ്ട്. അവിടെയാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്താണ്. അതുകൊണ്ട് അതെടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ താഴ്ഭാഗത്ത് എൻട്രൻസ്. ഇതാണ് പഴനി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. ഏറ്റവും താഴെയുള്ള ഇവിടെ കൂടിയാണ് നടന്നു പോകുന്നതെന്നുള്ളത്. സ്റ്റെപ്പ് കയറി പോകുന്നത് ഇവിടെ കൂടിയാണ്. ഇത് അതിന് നേരെ താഴെ ഒരു ചെറിയ ഗണപതി അമ്പലമുണ്ട്. ഇവിടെ തൊഴുതിട്ട് ഇതിൻ്റെ അടുത്തുകൂടിയാണ് നടന്ന് കയറുന്നത്. അത് നടന്ന് കയറാൻ ഞങ്ങൾ നാളെ കയറുള്ളൂ. ഇന്ന് ഡ്രോപ്പ് വഴി കയറാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് ചെറിയ മിനി ബസ് പോലത്തെ ഒരു ഓട്ടോ പോലത്തെ വണ്ടികളുണ്ട്. അതിൽ കയറി അത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അതൊരു വണ്ടിയുണ്ട്, ഇവിടെ നടയിൽ നിന്ന് വണ്ടിയുണ്ട്. അത് വണ്ടിയിൽ കയറി ഡ്രോപ്പിലൂടെ കയറുന്ന സ്ഥലത്ത് ഇറങ്ങി അവിടെ മൊബൈലും ചെരുപ്പുമൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് ഡ്രോപ്പിലൂടെ കയറി ക്ഷേത്രത്തിലെത്താൻ. അതുവരെയുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. മുകളിലെ ക്ഷേത്രമോ അതിനകത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മൊബൈലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. ഈ ചുറ്റുപാട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഞങ്ങൾ അടുത്ത റൂം അന്വേഷിച്ച് വരുന്നു. ഇത് പഴനി ക്ഷേത്രത്തിൻ്റെ താഴ്വാരത്തുള്ള കാണാനുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ആ ബിൽഡിംഗ് ഒന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ അടുത്താണ്. ഇവിടെ നിന്നാൽ ക്ഷേത്രം കാണാൻ. ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നു. തട്ടലും മുട്ടലുമൊക്കെ കയറുന്നു. ഇതാണ് നടന്നു കയറുന്ന വഴി. ഇപ്പം ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ കെട്ടിടം അന്വേഷിച്ച് അതിൻ്റെ നടയിലെത്താറായി. ഇവിടെയാണ് ദേവസ്വം ബോർഡിൻ്റെ ദണ്ഡപാണി നിലയം എന്നാണ് അതിൻ്റെ പേര്. ഇതിനകത്ത് 3-4 നിലകളുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഓരോ പേരിൽ അറിയപ്പെടുന്നു. ഇതിലേതെങ്കിലും മുന്നിൽ നമുക്കൊരു റൂം കൊണ്ടുവന്ന് അന്വേഷിക്കണം. കിട്ടുക. ഞങ്ങളവിടെ റൂമെടുത്ത് ഒന്ന് ഫ്രഷായിട്ട് വൈകുന്നേരത്തോടെ ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് കയറും. ഇതാണ് ആ ദണ്ഡപാണി നിലയം, ദേവസ്വം ബോർഡിൻ്റെ ആ കെട്ടിടം. ഇവിടെ ഞങ്ങളൊന്ന് കയറി ഒന്ന് റൂമൊക്കെ നോക്കട്ടെ. 8 റൂമൊന്ന് എടുത്ത് നമുക്ക് ഒന്ന് ഫ്രഷായി ക്ഷേത്രത്തിലേക്ക് എത്തണം. പഴനി ക്ഷേത്രത്തിൽ ഏറ്റവും അടുത്ത ഹോട്ടലാണ്. ഇതിൻ്റെ ദേവസ്വം റൂമുകളുടെ ഇതാണ്. പറയുന്നത് മൈക്കൊന്നും എടുത്തിട്ടില്ല. വ്യക്തമായി കേൾക്കാമെന്നറിയില്ല. എല്ലാം നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഞങ്ങൾ ഫ്രഷായി ക്ഷേത്രനടയിലെത്തി. ക്ഷേത്രത്തിൻ്റെ താഴ്വാരത്തുള്ള എൻട്രൻസിലെത്തി. ഇവിടെയും കൊച്ചു ക്ഷേത്രങ്ങൾ പോകുന്നു. നല്ല രസമാണ്. ചെറിയ ക്ഷേത്രമാണ്. അത് താഴ്വാരത്തുള്ള ക്ഷേത്രം. ക്ഷേത്രത്തിൽ
ഇതാണ് എൻട്രൻസ്. ചെറിയ ഗണപതി അമ്പലമുണ്ട്. അടുപ്പിലാണ് കടയായിട്ട് രാത്രി ബസ്സിൽ ടോപ്പിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. അത് കുറച്ച് ദൂരമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബസ്സുകൾ വിട്ടിരിക്കുന്നത്. ഈ ബസ്സിൽ സ്ഥലത്ത് നിർത്തി അവിടെ മൊബൈലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. ഇതുവരെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മുകളിലോട്ട് ക്ഷേത്രത്തിനൊക്കെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പം ഇനി ഞാൻ നാളെ കാൽനടയായിട്ട് കയറുന്ന നാളത്തെ ഒരു വീഡിയോ കൂടി ഞാൻ ഇടുന്നതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായല്ലോ. ശരി, ഞങ്ങൾ കഴിഞ്ഞൊക്കെ സൂക്ഷിക്കാൻ പോവുകയാണ്. ഇനി ഒന്നും ഇടാൻ പറ്റത്തില്ല. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. അതുവരെ ഓക്കെ, ബൈ. Sure.